സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷിബിൻ എന്ന 28 വയസ്സുള്ള സൈനികന്റെ വിവാഹം ഇന്നായിരുന്നു നടക്കേണ്ടത്. ഇന്നലെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഉറങ്ങാൻ പോകുന്നു. രാത്രി വധുവിന്റെ ഫോൺ വന്നു. പിറ്റേന്ന് രാവിലെ, അതായത് ഇന്ന് രാവിലെ വീട്ടുകാർ ചെന്ന് വിളിക്കാൻ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവൻ ഒടുക്കിയ നിലയിലാണ് കാണുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് വധു എന്താണ് ഈ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത്? നാണക്കേട് കൊണ്ടാണോ? അതായത് ഒരു പട്ടാളക്കാരനാണെന്നുള്ള ഒരു ഇതുപോലും ഇല്ലാതെ അയാളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വധു വിളിച്ചു പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിടണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ വധു എല്ലാ സംഭവവും വാങ്ങിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം അറിയാം. ആ വധു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ അച്ഛനെയും അമ്മയെയുമാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പോലെയുള്ള ആൾക്കാർ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാരെ എന്ന് പറഞ്ഞാൽ ബലി കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പലരുടെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയാം. ആ വധുവിന് നാട്ടിലുള്ള ഏതെങ്കിലും ബേട്ടാവളിയനുമായിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടാകും. അതിലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതിയോ മുന്തിയ ജാതിയോ ആയിരിക്കും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ മതവിഭാഗത്തിലുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആഭിജാത്യമുള്ള തന്തമാർ എന്ത് ചെയ്യുന്നറിയ ഇത് എന്താ ചെയ്യുക, ഇതെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങും എന്ന് പറയും. അങ്ങനെ വളരെയധികം ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇതുപോലുള്ള കല്യാണത്തിനൊക്കെ സമ്മതിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യേണ്ടത് ഈ തന്തയെയും തള്ളയുമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല കാരണക്കാരി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഇങ്ങനെയൊരു സംഭവം നടക്കണമെങ്കിൽ അവിടെ വേറെ എന്തോ ഒരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരനോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ്റെ വേറെ എന്തെങ്കിലും സംഭവമാണോ, അല്ലെങ്കിൽ ചെറുപ്പക്കാരനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണോ. അങ്ങനെയാണെങ്കിൽ തന്നെ വധുവിൻ്റെ ഫോണാണ് വന്നത്. അപ്പോൾ വധുവിൻ്റെ ഫോൺ വന്നപ്പോഴാണ് ഈ ചെറുപ്പക്കാരനെ കടുങ്കൈ ചെയ്തത്. താൻ നാളെ അപമാനിതനാകുമോ എന്നുള്ളൊരു ഭയവും കൂടി ഇതിൻ്റെ പുറകിലുണ്ടാകും. അതായത് ഇന്ന് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താ അറിയുക, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും ബെസ്റ്റുകളെ കൊണ്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതാരെ വിശ്വസിക്കണം എന്ന് പോലും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ ബെസ്റ്റുകളോ ഗിസ്റ്റുകളും ദിസ്റ്റുകളോ ഒന്നും ഇല്ലാത്തവർ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതായത് ഈ പെണ്ണിന് ചിലപ്പോൾ 4-5 ബെസ്റ്റുകൾ ഉണ്ടാകും. നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നോക്ക്, കുറ്റം പറയലൊന്നും അല്ല. പക്ഷേ ഒരു കാര്യം പറയുന്നതൊക്കെ ഒരു പാർക്കിൽ പോയാലോ, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് പോയാലോ, അല്ലെങ്കിൽ വേറെ ടൗണിൽ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ 2 മണി 3 മണിക്കൊക്കെ ചില ചായക്കടയുടെ മുന്നിലോ അതുപോലെയുള്ള ഒരുപാട് ബെസ്റ്റുകളുമായിട്ട് വന്നിരുന്ന് സൊറ പറയുന്ന ഒരുപാട് ടീമുണ്ട്. അവസാനം ഏതെങ്കിലും ഒരു ബെസ്റ്റി പറയും, എന്നാൽ പിന്നെ നമുക്ക് രണ്ടാക്കും കൂടിയിട്ട് മറ്റേ കുഞ്ചാക്കോവിനും ശാലിനി ആയിക്കൂടെ, നിറം എന്ന് പറയുന്ന സിനിമയിലെ പോലെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടും ഒന്നാകും. അപ്പോഴവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമയിലുള്ള പ്രകാശ് എന്ന് പറയുന്ന ആളെ പോലെ തകർന്നു പോകുന്നത് മറ്റൊരു ചെറുപ്പക്കാരനായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഭൂരിഭാഗ സംഭവങ്ങളിലും ഇപ്പോൾ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റികൾക്കൊപ്പമാണ്. ഇനി കല്യാണം കഴിഞ്ഞാലും ചില ആൾക്ക് ബെസ്റ്റികൾ ഉണ്ടാകും. ബെസ്റ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നയാള് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തു കൊടുക്കും ബെസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് 24 മണിക്കൂറും ഫോൺ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഭർത്താവ് എന്ന് പറയുന്നവൻ എവിടെയെങ്കിലും ജോലിക്കായിരിക്കും. ഈ ബെസ്റ്റിക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, വിതക്കണ്ട കൊയ്യണ്ട ഒന്നും വേണ്ട, 5 പൈസ ചെലവില്ല. ഓൻ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഫോണിലൂടെ ഇങ്ങനെ ഇത് കൊടുത്തുകൊണ്ട് നിന്നാൽ മതി. അതായത് വേറെ ഒന്നും വേണ്ട, സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ചൊരിഞ്ഞുകൊണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബെസ്റ്റുകളും ഒരുപാട് കാമുകിമാരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാർ വളരെയധികം സൂക്ഷിക്കണം. ഇനി ചെറുപ്പക്കാരെ സൂക്ഷിക്കണമല്ലോ എന്ന് ചില ആൾക്കാർ പറയും. ശരിയാണ്, അവനും ഉണ്ടാവും ഒരു കാമുകി ചിലപ്പോഴും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് ഇടപെടരുത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസാനത്തെ മറ്റേ ഞാൻ ഇപ്പം ജീവനെടുക്കും നീ പോയി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നില്ലേ, അത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം അവസാനിക്കുന്ന ഒരു സംഭവമായിരിക്കും. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമായിരിക്കും അവിടുന്ന് ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിന് അവസാനിക്കുക.
ഇപ്പോൾ ഇന്നലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. വിവാഹത്തിനുള്ള അവസാനവട്ട ഒരുക്കം കഴിഞ്ഞു, അതുപോലെ തന്നെ രാത്രിക്കത്തെ പാർട്ടി വരെ കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ പോയിട്ട് കിടന്നുറങ്ങുമ്പോൾ വരെ പറയുകയാണ്, ഇതാ രാവിലെ എണീക്കണേ, നമുക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്ന്. അങ്ങനെ രാവിലെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. പക്ഷേ ആ ചെറുപ്പക്കാരന് മുന്നേ വന്ന കോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുവതിയുടേതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യുവതി തന്നെയാണ് കാരണക്കാരൻ. ഇതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമല്ല, ഇത് കൊലപാതകം തന്നെയാണ്, കൊലപാതക കുറ്റം തന്നെയാണ് ചാർത്തേണ്ടത്. അതായത് ആ യുവതിയെയും മാതാപിതാക്കളെയും എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, എന്നിട്ട് ചോദ്യം ചെയ്യണം എന്താണ് സംഭവിച്ചത്, എന്താണ് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം. നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു വലിയ സൈനികനെയാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് നമ്മുടെ ഇന്ത്യക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. ഇതുപോലെയുള്ള കുറേ ടീമുകൾ, അതുകൊണ്ടാണ് പറയുന്നത് ഇനിയൊരു ചെറുപ്പക്കാരനും ഇതുപോലെ സംഭവിക്കരുത്. അതുകൊണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ മാതൃകാപരമായിട്ട് ഇവറ്റകളെ ശിക്ഷിക്കണമായിരുന്നേ. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് പതിവ്. അതായത് വേറെ ഒന്നും ചെയ്യത്തില്ല, എനിക്കിഷ്ടമില്ല, കഴിഞ്ഞു. അതുവരെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പൈസയും ചിലപ്പോൾ 5-6 മാസമായിട്ട് ഇവൻ്റെ പൈസ, ഇവൻ്റെ മൊബൈൽ, എല്ലാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച് തിന്നുന്നുണ്ടാകുമായിരുന്നേ. ഇവിടെ പലതരത്തിലുള്ള വ്ളോഗർമാർ വരെയുണ്ട് ഇങ്ങനെ. അതായത് ചില വ്ളോഗർമാരൊക്കെ നമ്മൾ കണ്ടില്ലേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ 6 മാസം 7 മാസം ഒരു പ്രവാസിയുടെ പൈസ തിന്നിട്ട് അവസാനം പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന്. ആലോചിച്ച് നോക്കണം നീ. അതായത് വേറെ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പ് ഒരു സൈനികൻ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഇതുപോലെ ജീവൻ ഒടുക്കിയിരുന്നു. കാരണം എന്താ, അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ്റെ കൂടെ പോകുന്നു, അവനാണെങ്കിൽ ഫോട്ടോ ഈ സൈനികൻ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് മനമെടുത്തിട്ട് അയാൾ അവിടെ നിന്നും ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നിനെയെങ്കിലും ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു വധുവിനെ വെറുതെ വിടാൻ പാടില്ല. ഇവറ്റകളുടെ അച്ഛനെയും അമ്മയെയും പൊതുജന മധ്യത്തിൽ തന്നെ കൊണ്ടുവരണം, അതാണ് വേണ്ടത്. അല്ലാതെ ഇമാതിരി പോക്കൃത്തരെ കാണിച്ചിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? ഇത്രയും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തി ആ ഒരു കല്യാണ പന്തലിലേക്ക് ആ ചെറുക്കൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഇനിയിപ്പോൾ നാളെ എത്തുക. അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, എന്തോ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ നാണക്കേടിലേക്ക് പോയി കഴിഞ്ഞാൽ താൻ നാറും എന്നുള്ള വിചാരത്തിൽ ആ ചെറുപ്പക്കാരൻ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, ഒരാൾ പോലും ഇങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പോയി, അതുമാത്രമല്ല പോയത് വളരെയധികം സന്തോഷം. പിറ്റേ ദിവസം കേക്ക് മുറിച്ച് ആഘോഷിക്കണം. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരുപാട് പൈസയും വാങ്ങിച്ച് തിന്നിട്ട് അതും ബെസ്റ്റിക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് പോയതെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കരുത്. ഇപ്പോൾ ഈ തെമ്മാടിത്തരം കാണിച്ചതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് പോയത്. ഇനി ആ പെണ്ണിന് എന്തെങ്കിലും പോയിട്ടുണ്ടോ? ആ വധുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, അത് വേറെ ആരുടെയെങ്കിലും കഴുത്തിലായിട്ടുണ്ടാകും. അതാണ് പറയുന്നത്. ഒരെണ്ണത്തിനെ പോലും ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ വിവാഹം തന്നെ വേണ്ടാന്ന് നോക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾ, അതായത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ്റെ തലയിൽ പോയി വീഴും. ഇനിയിപ്പോഴും നാളെ കരഞ്ഞോണ്ട് വരും, അയ്യോ ഗഞ്ചയാണ്, ഓനെ ഇതാണ്, മദ്യപാനിയാണ്. കാരണം എന്താ, ഇങ്ങനെയുള്ള കണ്ണും മൂക്കും ഇല്ലാതെ കുറേ എണ്ണത്തിനെ പ്രേമിക്കുന്ന കുറേ ടീമുണ്ട്. എന്നിട്ട് ആ ടീമിൻ്റെ കൂടെ പോയിട്ട് മറ്റേ നന്മയുള്ള ലോകമേ കളിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഒരു കുഞ്ഞുമായിട്ട് തിരിച്ചും വരും. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കരുത്. അത് വളരെ തെറ്റ് തന്നെയാണ്. നന്ദി, നമസ്കാരം.